ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചൊക്കെ ആയി വേദ അമ്പലത്തിലൊക്കെ പോയിട്ട്. അങ്ങനെ വേദയ്ക്ക് അമ്പലത്തിൽ പോകാനൊരു ആഗ്രഹം തോന്നുകയാണ് കേട്ടോ. എങ്ങനെ പോകും? നടന്നു പോകാമെന്ന് വെച്ചാൽ ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കും. വണ്ടി വിളിച്ച് പോകാനായാലും വേദയ്ക്കൊരു മടി തോന്നുകയാണ് കേട്ടോ. അപ്പോൾ വേദ മനസ്സിൽ വിചാരിക്കും, ചേച്ചിമാരോട് പറഞ്ഞാൽ നന്ദിനിയുടെ അടുത്ത് എന്തായാലും എൻ്റെ കൂടെ വരില്ല. ശ്രീചേട്ടത്തിക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കുക, ഇനി എന്ത് ചെയ്യും? എന്തായാലും ഒരു വഴിയുള്ളൂ, അമ്മോട് ചോദിക്കാം. അമ്മോട് പോയി ചോദിച്ചു നോക്കാം അമ്മൻ്റെ കൂടെ അമ്പലത്തിൽ വരുമോയെന്ന്. അങ്ങനെ നമ്മുടെ വേദ ചെന്ന് അമ്മോട് ചോദിക്കുകയാണ് കേട്ടോ, അമ്മ എൻ്റെ കൂടെ അമ്പലത്തിൽ വരുമോ? ദേവിയുടെ അമ്പലത്തിൽ കുറേ ദിവസമായി പോകാനൊരാഗ്രഹം തോന്നുന്നു, അമ്മ ഒന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് വേദ അമ്മോട് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ കമലം പറയും, അയ്യോ മോളെ, നിനക്കിത് നേരത്തെ പറയായിരുന്നില്ലേ, ഇന്നലെ പറയായിരുന്നില്ലേ? അമ്മ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്, അത്യാവശ്യമായിട്ട് അവിടെ നാളെ രാവിലെ തന്നെ എത്തണം എന്ന് വേദയോട് കമലം പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, എന്നാൽ കുഴപ്പമില്ല അമ്മ, പിന്നെ ഒരു ദിവസം പോവാം, എനിക്ക് പ്രശ്നമില്ല എന്ന് നമ്മുടെ വേദ അമ്മോട് പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയും, മോൾ എന്തായാലും അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചതല്ലേ, അമ്പലത്തിൽ പോയേ പറ്റൂ, അമ്മ മോൾക്ക് പോകാനുള്ളൊരു വഴി കാണിച്ചു തരാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അമ്മ വേഗം ചെന്ന് വിക്രത്തിനോട് പറയും, വിക്രം ഇവളെ കൊണ്ടൊന്ന് അമ്പലത്തിൽ പോയിട്ട് ഇവൾക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴണമെന്ന് പറയാം. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ വിക്രം എതിർക്കും, എനിക്കൊന്നും പറ്റില്ല, വേണി തന്നെ പോട്ടെ, നടന്നും പോട്ടെ, അല്ലെങ്കിൽ വല്ല വണ്ടി വിളിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലം പറയും, എന്താ വന്നാലും നീ തന്നെ അവളെ കൊണ്ടുപോയി അമ്പലത്തിൽ പോയി തൊഴുത് ഇവിടെ കൊണ്ടുവരണം, ഇത് എൻ്റെ തീരുമാനമാണെന്ന് അമ്മ ദേഷ്യത്തോടെ വിക്രത്തിനോട് പറയാണ് കേട്ടോ. മനസ്സില്ല മനസ്സോടെ കൂടിയാണെങ്കിൽ പോലും നമ്മുടെ വിക്രം വേദനയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ തയ്യാറാകുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ.